ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രസ്ഥാനം പറഞ്ഞാൽ ആ സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്. അത് നിർവഹിക്കപ്പെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ തയ്യാർ. ഈ കയ്പമംഗലം പോലൊരു ഉറച്ച കോട്ടയിൽ നിന്നാണ് താരതമ്യേന പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, വർഷങ്ങളായി അദ്ദേഹം 25 വർഷമായി MLA ഇരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പൂർണ്ണ മനസ്സോടുകൂടിയാണോ പറവൂർക്ക് പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മളെ വ്യക്തിയാധിഷ്ഠിതമല്ല ഈ കാര്യങ്ങൾ. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫായിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലം എന്നൊന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലാതൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പല സ്ഥലങ്ങളിലും CPI സ്ഥാനാർത്ഥി ധാരണയായതിന് പിന്നാലെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും പോസ്റ്ററുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ CC മുകുന്ദന് സീറ്റില്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. UDF പിന്തുണയ്ക്കാൻ ആലോചിക്കുന്നത്. രമേശ് ചെന്നിത്തല ഫോൺ ചെയ്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ? അല്ല, ഇത് അങ്ങനെ കാണേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ CC മുകുന്ദനെ സംബന്ധിച്ച് പ്രത്യേക വിഷയം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പാർട്ടി പരിശോധിക്കും, എനിക്കറിയില്ല. ഏതായാലും ഈ മണ്ഡലത്തിൽ ഒട്ടടുത്ത മണ്ഡലത്തിൽ അത്ര ഒരു വിഷയമില്ല. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പോയി പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കും. പാർട്ടിക്കെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിക്കുന്നത്. ഗീതാഗോപിക്ക് സീറ്റ് കൊടുക്കുന്നത് പേയ്മെന്റ് സീറ്റ് ആണെന്നാണ് പറയുന്നത്. അത് CC മുകുന്ദൻ ഇപ്പം അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ രാവിലെ ഇറങ്ങിയാണെന്ന് വെളുപ്പിന് ഒരു കട്ടള വെപ്പ് തുടങ്ങി ഉള്ള പരിപാടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി കൃത്യമായിട്ട് അന്വേഷിക്കും. അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ അത് സെറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണ്. ഈ CC മുകുന്ദൻ, P ബാലചന്ദ്രൻ ജില്ലയിൽ ഓരോ ടൈം പൂർത്തീകരിച്ച MLA-മാരെയാണ് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്. അതൊരു ശരിയായ സംഘടനാ രീതിയാണോ? അതെന്താണ് ശരിക്കും മുകുന്ദൻ്റെ കാര്യത്തിലടക്കം? പാർട്ടി അങ്ങനെ വരുമ്പോഴേ സാധാരണ ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി മണ്ഡലം കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ല, അതുപോലെ സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ ഓരോ തരത്തിലാണ് അവർ. ആ ഘട്ടത്തിലെല്ലാം ഒരു പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് സ്വീകരിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് അത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുക സംസ്ഥാന സെക്രട്ടറിക്കാണ്. എന്തുകൊണ്ട് അവർ വരും എന്നുവെച്ചാൽ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനിക്കുക. പലതരം ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കൊണ്ട് മാറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലതരത്തിലെ ഘടകങ്ങൾ, പലതരത്തിലെ കോമ്പിനേഷൻസ് ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ. പറവൂരിൽ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള മത്സരത്തെ എങ്ങനെയാണ് നോക്കിയാണ്? വിജയസാധ്യത എന്തോരം കാണുന്നുണ്ട്? നമ്മൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്നോ നാളെയൊക്കെ പാർട്ടി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് എനിക്കിപ്പോൾ തുടർച്ചയായി ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ആ മത്സരത്തിന് ഇറങ്ങുന്നു. മത്സരത്തിലുള്ള പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു മത്സരം എന്ന് പറയുന്നത് പ്രധാനമല്ല. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് താങ്കളെ ഒതുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് മാറുന്നതെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നൊരു സ്ഥലത്ത് എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. വിജയപ്രതീക്ഷയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഈ മണ്ഡലം സംബന്ധിച്ച്. എന്തായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രത്യേക ഇതുണ്ട്. ആ മേൽക്കൈയൊക്കെ എനിക്കും അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ. ഒരൊറ്റ കാര്യം കൂടെ, ഈ അവിടെ എറണാകുളത്ത് തൃശ്ശൂർ DC-ക്കുള്ളിൽ താങ്കൾക്കെതിരെ ഒരു വികാരം ഉണ്ടായിരിക്കുന്നു. അവിടെ തദ്ദേശീയനായിട്ടൊരാളെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് ആവശ്യം എന്നുള്ളത് ഇതിനോടകം തന്നെ പ്രതിഷേധ സ്വരമായിട്ട് ഉയർന്നു കഴിഞ്ഞു. എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത്? അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ. അത്തരം സംഭവങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയപ്പെടാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ മാനേജ് ചെയ്യും അവർ. നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയിക്കപ്പെടേണ്ട അതിൻ്റെ അതോറിറ്റി പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് അവിടെ പോവുക, അത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ നിൽക്കണമെന്നോ വേണ്ടാന്നോ ഉള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.